സത്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഡീൽ വിവാദം ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതിന് തുടക്കമിട്ടത് UDF-ഉം അത് ഏറ്റുപിടിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരളവോളം UDF-ന് തിരിച്ചടിയാവുകയും ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തുകയും ഒക്കെ ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു ഫോട്ടോയുമായി ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് പിണറായി വിജയൻ ഇടപെടുകയും ഒക്കെ ചെയ്ത് സജീവമാക്കി നിർത്തുന്ന ഡീൽ വിവാദം സത്യത്തിൽ ഈ വിവാദത്തിലേക്ക് കടക്കേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്ന BJPക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഇരുപക്ഷവും അതായത് UDF-ഉം LDF-ഉം പറയുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് എതിർപക്ഷം BJPയുമായി ചേർന്നിട്ടുണ്ട് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്നാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷവും UDF-ഉം ഒരേപോലെ ഈ പ്രശ്നം വീണ്ടും ഉന്നയിക്കുമ്പോൾ ഓരോ തവണയും വോട്ടർമാരുടെ ഉള്ളിലേക്ക് BJP എന്ന പാർട്ടിയുടെ സജീവ സാന്നിധ്യം കേരളത്തിലുണ്ട് അല്ലെങ്കിൽ പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. അതേസമയം BJP ആകട്ടെ അല്ലെങ്കിൽ NDA ആവട്ടെ ഇത്തവണ പോകുന്നത് മറ്റൊരു വഴിക്കാണ്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു പുതിയ മുന്നണി രൂപീകരിക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് വളരെ സജീവമായി BJP ഇറങ്ങിയിരിക്കുകയാണ്. NDA എന്ന മുന്നണി ഒരു ശക്തമായ മുന്നണിയായിട്ട് ഈ ഇലക്ഷനിൽ മാറുകയാണ്. നേരത്തെ തന്നെ BDJS പോലുള്ള കക്ഷികളുണ്ട്. എന്നാൽ ഇത്തവണ 2020 എന്ന ഒരു പുതിയ പാർട്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാർട്ടിയെ നേരത്തെ ഒരു പ്രാദേശിക പാർട്ടിയായിരുന്ന എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ഭാഗത്ത് ഒതുങ്ങിയിരുന്ന ആ പാർട്ടിയെ ഒരു സംസ്ഥാന തലത്തിൽ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാക്കിയിട്ട് മാറ്റുന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് NDAയെ UDF-നും LDF-നും ബദലായ രാഷ്ട്രീയ മുന്നണിയായി വികസിപ്പിക്കുക എന്ന ദൌത്യമാണ് BJP ഇത്തവണ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒട്ടും തിരിച്ചറിയാതെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ BJPയെ പെടുത്താം എന്ന പദ്ധതിയുമായി LDF-ഉം UDF-ഉം രംഗത്തുള്ളത് എന്ന് ധരിക്കരുത്. കാരണം ഇതിൽ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കേണ്ടത് എങ്ങനെ എന്നുള്ള ചിന്തയുടെ പുറത്താണ് UDF-ന്റെ നേതാവായിട്ടുള്ള VD സതീശനും അതുപോലെ തന്നെ LDF-ന്റെ ക്യാപ്റ്റനായിട്ടുള്ള പിണറായി വിജയനും ഈ ഡീൽ വിവാദവുമായി ദിവസേന രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയം വലിയ ഒരു മാറ്റത്തിന് വിധേയമാവുകയാണ്. എന്ന് വെച്ചാൽ കോവിഡിന് മുൻപുള്ള ലോകം, കോവിഡിന് ശേഷമുള്ള ലോകം എന്നൊക്കെ പറയുന്നത് പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേരളം, ഇതിന് ശേഷമുള്ള കേരളം എന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയം അടിമുടി മാറുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതല്ല. ഈ നീക്കം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനു മുന്നേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് പ്രതിഫലിച്ച് കണ്ടതാണ്. എന്നാൽ ഇത്തവണത്തെ ഒരു സവിശേഷത എന്താണ് എന്ന് വച്ചാൽ കൃത്യമായി കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ NDAയുടെ സാന്നിധ്യം ശക്തമാവുകയാണ്. എന്ന് വച്ചാൽ ഇത്തവണ NDAയുടെ സാന്നിധ്യം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സജീവമാവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മൂന്നാം മുന്നണി വരുന്നു എന്നതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് LDF-നും UDF-നും ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളുടെ നേതൃത്വവും ഒരുമിച്ചാണ് ഡീൽ എന്ന വാദമുയർത്തി BJPയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതാകട്ടെ BJPക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും BJP നേതാക്കന്മാർ LDF-ഓ UDF-ഓ ഡീൽ എന്ന വിവാദമുയർത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ പുതിയ വാദങ്ങളുമായൊന്നും രംഗത്ത് വരാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് വികസിത കേരളം എന്ന ആശയത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ് NDA നേതൃത്വം. അതിനാകട്ടെ ഈ പറയുന്ന പുതിയ പാർട്ടി 20 പോലുള്ള പുതിയ പാർട്ടിയുടെ രംഗപ്രവേശം ആ രീതിയിലുള്ള ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നതുമാണ്. കാരണം നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 ചെയ്തത് സാധാരണക്കാരുടെ ജീവിതം മെച്ചമാർന്നതാക്കാനുള്ള വികസന പദ്ധതികൾ എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ആലോചിച്ചത്. അതിന്റെ നേതാവായ ശ്രീ സാബു ആകട്ടെ അദ്ദേഹം എന്നും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്. ഒരു വ്യവസായിയായ അദ്ദേഹം കേരളം വിട്ടുപോകേണ്ടി വന്ന സാഹചര്യവും കേരളത്തിന് പുറത്ത് ഇത്തരം വ്യവസായങ്ങൾക്കുള്ള സാധ്യതയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തി നയിക്കുന്ന ഒരു പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് NDAയെ വിപുലപ്പെടുത്തുന്നു എന്നത് എല്ലാ അർത്ഥത്തിലും BJPക്ക് വികസിത കേരളം എന്ന അവരുടെ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതിലാണ് NDA ഊന്നൽ നൽകുന്നത്. എന്നാൽ ഇടത് വലത് മുന്നണികൾക്കാകട്ടെ അത്തരത്തിലുള്ള ഒരാശയവും മുന്നോട്ട് വെക്കാനില്ല. വളരെ വൈകി മാത്രം വയനാട്ടിൽ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നത് വലിയ ഒരു നേട്ടമായിട്ട്, അതാകട്ടെ പാർട്ടിയുടെ ഒരു നേട്ടമായിട്ടാണ് പലപ്പോഴും CPIയും അവതരിപ്പിക്കുന്നത്. ഇതൊരു സർക്കാർ പദ്ധതിയാണ് എന്ന് പോലും അവർ മറന്നുപോകുന്നു. അതേസമയം UDF ആകട്ടെ അത്തരത്തിലൊരു പദ്ധതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന പഴി കേൾക്കുന്ന കാലഘട്ടമാണ്. ഇടത് സർക്കാരിന്റെ ഈ കഴിഞ്ഞ 10 വർഷമെടുത്താൽ പല വികസന പദ്ധതികളെയും കൊട്ടിഘോഷിക്കാൻ അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും
അതൊന്നുമല്ല കേരളത്തിലെ ചിത്രം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും അവസാനം കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം എപ്പോഴും അവരുടെ വിപ്ലവ സമരങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കർഷകർക്ക് പെൻഷൻ കൊടുക്കണം എന്ന നിർദ്ദേശം അത് മുന്നോട്ട് വെച്ചതാകട്ടെ CPIയുടെ കീഴിലുള്ള CPI ഭരിക്കുന്ന കൃഷി വകുപ്പാണ്. ആ നിർദ്ദേശത്തെ ധനവകുപ്പ് വെട്ടി. അതായത് പ്രതിമാസം കൊടുക്കേണ്ട 5000 രൂപ എന്ന പെൻഷൻ തുക നിശ്ചയിച്ചത് അത്ര വേണ്ട 2000 രൂപ വെച്ച് കൊടുത്താൽ മതി എന്ന നിർദ്ദേശം ധനവകുപ്പിൽ പോയി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ജനവിരുദ്ധവും അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രസ്ഥാനവുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്നവരുമായും അകന്നു നിൽക്കുന്നതാണ് CPIഎമ്മിന്റെ നയം എന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം. NGO യൂണിയൻ പോലുള്ള സംഘടനകൾ ദുർബലാവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്ക് സമരം ചെയ്യാനോ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ പറ്റാത്ത ഒരു ഭരണ സാഹചര്യം 10 വർഷമായിട്ടുള്ളതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തുള്ള സർക്കാർ ജീവനക്കാർ പോലും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, സർക്കാർ പരിഗണന തരുന്നില്ല എന്ന് വിലപിക്കുന്ന ഒരു കേരളമാണ്. അധ്യാപക സമൂഹം ഏറ്റവും കൂടുതൽ ശക്തമായി ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു വിഭാഗമാണ് അധ്യാപക സമൂഹം. അവരും അവരുടെ തൊഴിൽ സംബന്ധിച്ച അല്ലെങ്കിൽ വേതനം സംബന്ധിച്ച കാര്യങ്ങളിൽ സംതൃപ്തരല്ല. ഇങ്ങനെയൊരു കേരളത്തിലാണ് വികസനം എന്ന ആശയവുമായി BJP വരുന്നത്. എന്നാൽ LDFന്റെ മുൻപുണ്ടായിരുന്ന തങ്ങളുടെ 5 വർഷക്കാലത്ത് എന്തെങ്കിലും വിശേഷിച്ച വികസന പ്രവർത്തനം നടത്തിയെന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് എന്തെങ്കിലും വിശേഷിച്ച് വികസന രംഗത്ത് ചെയ്തു എന്നോ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാലമാണ് കോൺഗ്രസിനുള്ളത്. അതേസമയം കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ 13 വർഷത്തോളമായിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന വികസനങ്ങളുടെ വലിയ ഒരു കുത്തൊഴുക്ക്, അതിന്റെ മുന്നിൽ അതിന് മുൻപ് 2 ടേമായി 10 വർഷം ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ UPA സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന ഒരു വസ്തുത കൂടി മുന്നിലേക്ക് വരുമ്പോൾ വികസനം എന്ന ആശയം ഉയർത്താനേ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇതാണ് കേരളത്തിലെ ഈ വിവാദമായ ഡീൽ രാഷ്ട്രീയം എന്ന ഇപ്പോൾ നിത്യേന മാധ്യമങ്ങളിൽ ബോധപൂർവം ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും വരുത്തിക്കൊണ്ടിരിക്കുന്ന കഴമ്പില്ലാത്ത ഈ വിവാദം കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ ഡീൽ വിവാദത്തിന് പിറകിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് BJPയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി വരുന്നു, അവർ ഇത്തവണ നിയമസഭാ സീറ്റുകൾ ജയിക്കും എന്നത് സംബന്ധിച്ച ആശങ്ക മാത്രമാണ്. ഈ വിവാദം എന്തായാലും ഗുണം ചെയ്യുക BJPക്കുമാണ്. ഇതാണ് ഇപ്പോഴുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴുള്ള ഇന്നുവരെയുള്ള ഡീൽ സംബന്ധിച്ചിട്ടുള്ള ചിത്രം. നമസ്കാരം.